ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടിയെടുക്കാൻ CPM തീരുമാനം. 3 ദിവസത്തിനകം നടപടിയെടുത്ത് റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിന് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പ്രതിപക്ഷ ആരോപണങ്ങൾക്കെതിരെ ഭരണപക്ഷം ആറന്മുളയിലും കോട്ടയത്തും വിശദീകരണ യോഗം നടത്തും. നന്ദുഷയോട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, മന്ത്രിയുടെ തന്നെ മണ്ഡലത്തിലുള്ള ആറന്മുള നിയോജക മണ്ഡലത്തിലുള്ള ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനുമൊപ്പം തന്നെ അസ്വാരസ്യങ്ങളൊക്കെ ഈ പോസ്റ്റിന് പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് തലത്തിലുള്ള ഒരു നടപടിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? വിശദാംശം. മുൻ CWC ചെയർമാൻ കൂടിയായിട്ടുള്ള N രാജീവ്, അതോടൊപ്പം മുൻ SFA ജില്ലാ പ്രസിഡന്റും നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള ജോൺസൺ PJ എന്നിവരാണ് പ്രധാനമായും വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി തന്നെ നടന്നിരുന്നു. വാർത്തയുമായിരുന്നു, നമ്മൾ ഉൾപ്പെടെ പല മാധ്യമങ്ങളിൽ വലിയ വാർത്തയായും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ 2 പേർക്കെതിരെയും നടപടി സ്വീകരിക്കാനായി കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവർ അംഗമായിരിക്കുന്ന അതാത് ഘടകങ്ങളാണ് ഈ നടപടി സ്വീകരിച്ച് ജില്ലാ സെക്രട്ടറിന് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഏതായാലും വീണ ജോർജിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ കാര്യമായി തന്നെ പ്രതിരോധിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ആറന്മുള നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആറന്മുള മാത്രമല്ല, ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഈ മന്ത്രിക്ക് പ്രതിരോധം തീർത്തുകൊണ്ടുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അതോടൊപ്പം പാർട്ടിയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരോഗ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ എന്ന കാര്യവും കൂടി പരിശോധിക്കാനും പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.